ഹലോ, അലി അരിമ്പ്രാസ് മേലാറ്റോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അണ്ടർ കട്ട് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അണ്ടർ കട്ട് പ്രാക്ടീസ് ഓർ അണ്ടർ എസ്റ്റിമേറ്റഡ് പ്രാക്ടീസ്? ദിസ് ഈസ് എ റിസൾട്ട് ഓഫ് ലോ കോൺഫിഡൻസ്. ആ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമില്ലായ്മ, അവർക്ക് അവരിലെ വിശ്വാസമില്ലായ്മയാണ് അത്. അപ്പോൾ പേഷ്യൻസ് പറയും, ഞങ്ങളെ ഡോക്ടർ എസ് ഉണ്ടല്ലോ, ഡോക്ടർ ആർ ഉണ്ടല്ലോ എന്നൊക്കെ പേഷ്യൻസ് പറയും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് നോട്ട് ചാരിറ്റി. അതെന്തല്ല? അത് സേവനമല്ല. സേവനമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഗിവൺ ഇറ്റ്സ് ടോട്ടലി ഫ്രീ. ടോട്ടലി ഫ്രീ. ക്യാഷ് കൊടുത്ത് വാങ്ങി ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കണം. അത് സാധിക്കുമെങ്കിൽ ചെയ്യണം. പക്ഷേ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? നമ്മളെ വരുമാനം കൂട്ടണം. നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? വെറുതെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വില കൊടുത്ത് വാങ്ങിയ സാധനം ഒരാൾക്ക് നമുക്ക് വെറുതെ കൊടുക്കുകയാണെങ്കിൽ ദർ ഈസ് എ ലിമിറ്റേഷൻസ്. പരിമിതികളുണ്ട്. ആ പരിമിതികൾ നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. മൈൻഡ് യു, ഏറ്റവും പ്രധാനപ്പെട്ടത്, വില കൊടുക്കുന്ന സാധനം ചാരിറ്റി ഈസ് നോട്ട് ഓൾവേസ് പ്രാക്ടിക്കബിൾ. ദാറ്റ് ഈസ് ഡിപ്പെൻഡബിൾ ടു പേഴ്സൺസ്. ഓരോ വ്യക്തിനെ ആശ്രയിച്ചിരിക്കും അവന് ചാരിറ്റി ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രൊഫഷനെ തകർക്കാത്ത രൂപത്തിൽ വേണം നമ്മൾ ചാരിറ്റി കൊടുക്കാൻ. വരുമാനം കുറച്ച് ഫ്രീ ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല. അവനെന്ത് വേണം? വരുമാനം വേണം. ചാരിറ്റിയുടെ പേരിൽ, ഒന്നുകൂടി ശ്രദ്ധിക്കൂ, ചാരിറ്റിയുടെ പേരിൽ ഒരാൾ അണ്ടർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ഡൂയിങ് ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. ആ പ്രൊഫഷനെ, അതല്ലെങ്കിൽ അവരുടെ കൊളീഗ്സിനെ അവൻ ഉപദ്രവിക്കുകയാണ്. അവന് കൊടുക്കുന്ന അരി, അവന്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന അരി, അവന്റെ സഹപ്രവർത്തകനെയും അവന്റെ പ്രൊഫഷനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്. അതൊരിക്കലും ചെയ്തുകൂടാ. ദാറ്റ് ഈസ് നോട്ട് എത്തിക്കൽ. അപ്പോ ഒരാൾക്കും നമ്മൾക്ക് ഫ്രീ ആയിട്ട് സാധനം കൊടുക്കാൻ ദർ വോണ്ട് ബി എ സ്പേസ്. ചികിത്സിക്കാൻ വരുമാനമില്ലാത്ത കുറവ് കൊണ്ട് ഒരാൾക്കും ട്രീറ്റ്മെന്റിനെ നിഷേധിക്കാൻ പാടില്ല. ദേ ഹാവ് ടു പ്രൊവൈഡ് ടോട്ടലി ഫ്രീ ട്രീറ്റ്മെന്റ്. പക്ഷെ എന്തിനു വേണം? കിട്ടുന്ന ലാഭവിഹിതത്തിനകത്തുനിന്ന് വേണം അവൻ എന്ത് ചെയ്യാൻ? ചാരിറ്റി കൊടുക്കാൻ, ഫ്രീ കൊടുക്കാൻ. ഒരാൾക്കും എല്ലാ കാലവും ചാരിറ്റി കിട്ടി ജീവിക്കാനും ചാരിറ്റി കൊടുത്ത് ജീവിക്കാനും സാധ്യമല്ല. എന്തൊഴികെ അവന് വരുമാനം കിട്ടാത്ത അവസ്ഥ വരുന്നത് വരെ. അവന് വരുമാനം ഉണ്ടെങ്കിലേ അവന് ചാരിറ്റി കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ ഈ പറയുന്ന ഗോൾഡൻ ലൈൻ എഴുതി വെച്ചോളൂ: ചാരിറ്റി നെവർ ഫീഡ് everyone for all time. It is a temporary phenomena. ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് അയാളുടെ ജീവിതകാലം മൊത്തം ഒരാളെ തീറ്റിപ്പോറ്റാൻ ആർക്കും സാധ്യമല്ല. അതിനുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലാതെ ഈവൻ ഫോർ ഗവൺമെന്റിന് പോലും സാധ്യമല്ല. അപ്പൊ എൻ്റെ കൂടുതൽ വീഡിയോ എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. Thank you.